കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹിമാചൽ പ്രദേശ് ഷിംലയിലെ അനധികൃത മസ്ജിദിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെയും പ്രദേശവാസികളുടെയും ഒരു സമരം നടന്നിരുന്നു. ഹിമാചൽ പ്രദേശ് നിയമസഭാ മന്ദിരം വളഞ്ഞുമുള്ള വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ മസ്ജിദിന് മുൻപിൽ പ്രതിഷേധം ആരംഭിച്ചത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് വിവിധ സംഘടനകൾ ബന്ദിനും ആഹ്വാനം ചെയ്തിരുന്നു. സജൌലി മേഖലയിലുള്ള ഈ മസ്ജിദിൽ അനധികൃതമായി പുറത്തുനിന്ന് റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ളവർ വരികയും താമസിക്കുകയും ചെയ്യുന്നു. അവർക്കായി ഒരു രജിസ്റ്റർ വേണമെന്നും ഒപ്പം തന്നെ ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രദേശവാസികൾ രംഗത്തെത്തിയത്. കാരണം ഇവിടെ അനധികൃതമായി താമസിക്കുന്നവർ, കുടിയേറ്റക്കാരായിട്ടുള്ളവർ പ്രദേശവാസികൾക്ക് തലവേദന സൃഷ്ടിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രദേശവാസികളും വിവിധ ഹൈന്ദവ സംഘടനകളും കഴിഞ്ഞ ദിവസം മുതൽ ഈ മസ്ജിദിനെതിരെ സമരം ആരംഭിച്ചത്. ഏതായാലും ഇന്ന് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹങ്ങൾ ഒരുക്കി ബാരിക്കേഡുകൾ നിരത്തിവെച്ച് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചെങ്കിലും ബാരിക്കേഡുകൾ ചാടിക്കടന്ന് ചിലർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് ലാത്തിച്ചാർജിലാണ് കലാശിച്ചത്. തുടർന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭാരത് നാഗരികത സുരക്ഷാ സംഹിത സെക്ഷൻ 163 പ്രകാരം 4 പേരിൽ കൂടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്റർനെറ്റ് ഈ ഭാഗത്ത് വിഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.